ഇന്നലെ നമ്മൾ ഓണം ഫംഗ്ഷന് മുന്നേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് കണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരാഴ്ചയുണ്ട്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക, അടിപൊളിയായിട്ട് വർക്കാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണിൽ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, ഒട്ടും പ്രസരിപ്പില്ലാതിരിക്കുകയാണ്, കണ്ണൊക്കെ നല്ല കട്ടിക്ക് വാലിട്ട് എഴുതണമല്ലോ. അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ്സും ഡൾനെസ്സും ടയേർഡ്നെസ്സും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് വരുന്ന ഒരു 1 വീക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് മാറ്റാനായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉള്ള ഫംഗ്ഷൻ കഴിഞ്ഞാണല്ലോ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ശരിക്കുള്ള ഓണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം റെഗുലറായിട്ട് ചെയ്യാം. നേരത്തെ നമ്മുടെ ഫേസ് പാക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ചെയ്തു പോവാം. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. ഡാർക്ക് സർക്കിൾസ്, ഡൾനെസ്, കണ്ണിലുണ്ടാകുന്ന ഒരു ടയർഡ്നെസ്, ഇതൊക്കെ മാറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ് തന്നെ നമുക്കൊരു പാക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേനാണ്. തേൻ വന്നിട്ട് വളരെ കുറച്ച് മതി കേട്ടോ. നമുക്കിപ്പം ഒരു 1-2 ദിവസത്തേക്ക് മാത്രം പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി, കുറേ കാലത്തേക്കൊന്നും വേണ്ട കേട്ടോ. ഈവൻ ഇത് തന്നെ നമുക്കൊരു 1 വീക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. പക്ഷെ അത്ര നാളത്തേക്ക് വേണ്ട, 2 ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. ഒരു ചെറിയ ബൗളിലോ ഒരു ടബിലോ ഒക്കെ പ്രിപ്പയർ ചെയ്താൽ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നോർമലി റൂമിൽ തന്നെ വേണമെങ്കിലും സൂക്ഷിക്കാം. അടുത്തായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് ഇതല്ല, നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതല്ല എന്നാണെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറ്റാർ വാഴയിൽ നിന്ന് എടുക്കുന്ന നീരുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. കുറച്ചൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം തേനിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ, കണ്ണിന് താഴെയായിട്ട് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈനെസ് മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈനെസ് ഒന്നുമില്ല, ഒരു ഡൾനെസ്സും ടയർഡ്നെസ്സും ആണ് പൊതുവെ ഓയിലി സ്കിൻ്റെ ടൈപ്പിൽ വരുന്നതാണെങ്കിൽ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസും പിന്നെ നിങ്ങൾക്ക് റോസ് വാട്ടറും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സ്പെക്സ് വെക്കുന്ന കുട്ടിയാണ്, കണ്ണാടി വെക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമായിട്ട് ഡാർക്ക് സർക്കിൾസും ഉണ്ട്, അവിടെ തന്നെ ആ സ്കിന്ന് വന്നിട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അത് പവർ കൂടിയ കണ്ണട വയ്ക്കുന്നത് കൊണ്ടാണോ അല്ല വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മെയിനായിട്ടുള്ള റീസൺ അത് കണ്ടുപിടിച്ച് പരിഹരിക്കുക. ഒപ്പം അത് കുറച്ച് കുറയ്ക്കാനും ആ ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹോം റെമഡിയും ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവും. കണ്ണിനകത്തോട്ടൊന്നും ആവരുത്, അതിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ആ രീതിക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. നോർമലി നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ്, സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേറൊരു ഐറ്റം കൂടെ പ്രധാനമായിട്ട് വേണം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കുംബറാണ്. നമ്മൾ സാധാരണ വെള്ളരിക്ക നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കുക്കുംബർ, സാലഡിനൊക്കെ എടുക്കുന്നത്, നമ്മൾ അങ്ങനെ കഴിക്കാൻ എടുക്കുന്നത്. കണ്ണിലൊക്കെ വെച്ച് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ടി വിയിലൊക്കെ പണ്ട് മുതലേ കാണുന്നതാണ്. സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ണിൽ വയ്ക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇതും കൂടെ എടുത്ത് വയ്ക്കുക, 2 പീസ് മതിയാവും. ഓക്കെ, അടുത്തായിട്ട് ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ച പാക്ക് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ കണ്ണിന് താഴെയായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൺസീലറൊക്കെ യൂസ് ചെയ്യുന്ന ഭാഗം അവിടെയായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ് ഇത്, നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇനി അത് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടയർഡ്നെസ് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ടൈം ഉണ്ട് എന്ന് തോന്നുന്ന സമയത്തും ചെയ്ത് കൊടുക്കാം. കണ്ണിന് മുകളിലായിട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരിക്കലും ഒലിച്ച് വരുന്ന രീതിയിലാവരുത്. തേനും അലോവേര ജെല്ലും കൂടെ നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു ജെൽ ടൈപ്പ് ആയിരിക്കും. പിന്നെ റോസ് വാട്ടർ എടുത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ഒലിച്ച് വരാനുള്ള ടെൻഡൻസിയും ഉണ്ടായിരിക്കും. നിങ്ങൾ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ഒലിച്ച് വരും. സോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം അപ്ലൈ ചെയ്യുക.
ഒരുപാട് തിക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ട. കാര്യം അത് പിന്നെ നമുക്ക് 15 മിനിറ്റ് വെച്ചിരിക്കാനായിട്ട് പറ്റില്ല. കണ്ണിനകത്തോട്ടൊക്കെ ആവും, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ക്രീം പോലെ മാത്രം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ആക്കുന്നത് ഈ ഒരു വെള്ളരിയാണ്. ഈ വെള്ളരിക്കേൻ്റെ പീസ് നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തത് കണ്ണിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴേക്കും താഴോട്ടൊന്നും വീഴും, നേരെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭയങ്കര ഒരു കൂളിംഗ് അറിയാനായിട്ട് പറ്റും. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പാക്ക് ഉണ്ടല്ലോ, അത് തന്നെ നമ്മുടെ റിംഗ് ഫിംഗറിലെടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ച് നല്ലൊരു മസാജ് കൊടുക്കുക. കണ്ണിന് ചുറ്റുമായിട്ട് മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നല്ല മസാജ് കൊടുക്കുക. സൂപ്പറായിട്ടോ, അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല, പക്ഷേ നല്ല ടയേർഡായിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടും. നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള അണ്ടർ ഐ പാച്ചസ് ഒക്കെ ഉണ്ടല്ലോ, അത് വയ്ക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടും. സൂപ്പറാണ്, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ചെയ്ത് നോക്കുക. നമ്മൾ ആ ഒരു ഫാൻസി ആയിട്ടുള്ള അണ്ടർ ഐ പാച്ചസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് എക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ താല്പര്യമില്ല എന്നാണെങ്കിൽ ഇത് അതിൻ്റെ അടിപൊളി ഒരു ഓൾട്ടർനേറ്റീവാണ്. 100% നാച്ചുറലാണ്. തേനൊക്കെ നാച്ചുറലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ആക്കാം. അലോവേര ജെൽ ഓൾസോ നാച്ചുറലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിലൊരു 3 ദിവസമൊക്കെ ചെയ്ത് കൊടുക്കാം. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അത്രയും സമയമുണ്ട്. സെൽഫ് കെയർ ഒക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായും ചെയ്ത് നോക്കുക. അല്ലാന്നാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിലൊരു 3 ദിവസമൊക്കെ ചെയ്താൽ മതി. അതിനുശേഷം ഇത് കഴുകിക്കളയുക. 15 മിനിറ്റ് കഴിഞ്ഞ് മസാജ് കൊടുത്തതിന് ശേഷം കഴുകിക്കളയുക. എന്നിട്ട് തുടച്ചിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം തുടച്ച് കളഞ്ഞിട്ട് ഒന്നുകിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ അലോവേര ജെല്ല്, രണ്ടും വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്നെങ്കിലും മിനിമം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അവിടുത്തെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി റുട്ടീനാണ്. പിന്നെ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ല പഫിനെസ് ഉണ്ടെങ്കിൽ ആ വെള്ളരി ഉണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അതെടുത്ത് കണ്ണി വയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു തവണ കൂടെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു തണുപ്പ് കൊണ്ടിട്ട് അണ്ടർ ഐ പഫിനെസ് മാറാനായിട്ട് സഹായിക്കും. ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്യുക. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അങ്ങനെ മാറ്റമുണ്ട് എന്നാണ് പറയണത്. പക്ഷേ എനിക്ക് പഫിനെസ് വളരെയധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യാൻ നിൽക്കാറില്ല. രാവിലെ തന്നെ തണുത്തൊരു സാധനം എടുത്ത് കണ്ണിൽ എങ്ങനെയാണ് വെക്കുന്നത്, അതുകൊണ്ട് ചെയ്തിട്ടില്ല ഇതുവരെയും. കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാമെന്ന്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ടാണ്, അപ്പോൾ അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. Happy Onam to all of you.